ഗീതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വേഗത്തിൽ ഒന്ന് വായിക്കാം. ഉത്തമ ഗീതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. എന്റെ തോട്ടത്തിൽ സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക. എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ വന്ന് അതിന്റെ വിശിഷ്ട ഫലം ഭുജിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാസേജാണ്. വടതിക്കാറ്റ് ഉണരുക, തെന്നിക്കാറ്റ് വരിക, തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്റെ ഓതുക. നമുക്കറിയാം, ഈ അധ്യായത്തിൽ ദൈവസഭയുടെ സൗന്ദര്യത്തെ വളരെ മനോഹരമായ നിലയിൽ വർണ്ണിച്ചിട്ട് എല്ലാവിധ സൗഗന്ധിക വല്ലികളും വളരുന്ന പ്രിയന്റെ തോട്ടമായിട്ട് ദൈവസഭയെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ഈ ദൈവസഭ ഒരു ഉദ്യാനമാണ്, ദൈവസഭ ഒരു തോട്ടമാണ്. അതുകൊണ്ട് ആ തോട്ടത്തിലെ വിശിഷ്ട ഫലങ്ങൾ ആസ്വദിക്കുവാൻ പ്രിയനെ ഉത്തേജിപ്പിക്കുന്ന സൗരഭ്യമാരുതൻ ഇതിനകത്ത് വീശി അടിക്കണം എന്ന് ആരാഗ്രഹിക്കുന്നു? പ്രിയ അഥവാ കാന്ത അല്ലെങ്കിൽ സഭ ആഗ്രഹിക്കുന്നു എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. ഇവിടെ ശൂന്യകാരത്തെയാണ് അവൾ പറയുന്നത്. ശൂന്യകാരത്തി പറയുകയാണ്, വടക്കൻ കാറ്റ് തെന്നിക്കാറ്റ് ഈ തോട്ടത്തിന്റെ വീശുക എന്ന്. ഇപ്പൊ നമുക്കറിയാം, നോർത്തൻ കാറ്റ്, നോർത്തൻ വൈൻഡും സൗത്തൻ വൈൻഡും, വടക്കൻ കാറ്റും തെക്കൻ കാറ്റും വീശണം എന്നാണ് അവൾ ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, ഭൂമിയുടെ 4 ദിക്കുകളിൽ നിന്നും വീശുന്ന കാറ്റ് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന കാറ്റുകളായിട്ടാണ് അവര് പരിഗണിച്ചിരുന്നത്. പക്ഷെ ഇവിടെ ശൂന്യക്ക് ദൈവസഭയെ നോക്കി സഭയ്ക്കകത്ത് ഈ തെക്കൻ കാറ്റ് എന്ത് ചെയ്യണം? വീശണം എന്ന് അവൾ ആവശ്യപ്പെടുന്നു. അതെങ്ങനെ വീശണം? വടക്കൻ കാറ്റ് തെക്കോട്ട് വീശുവാനായിട്ടാണ് അവൾ പറയുന്നത്. കാരണം ഈ കാറ്റ് വീശിയെങ്കിൽ മാത്രമേ ഈ തോട്ടം സുഗന്ധമായി മാറുകയുള്ളൂ. ഈ തോട്ടത്തിനകത്ത് അനേക നറുമണം വീശുന്ന സുഗന്ധ വൃക്ഷങ്ങൾ ഈ തോട്ടത്തിനകത്തുണ്ട്. മനസ്സിലായോ? ഈ സഭയാ തോട്ടത്തിനകത്ത് നറുമണം വീശുന്ന ചില നല്ല വൃക്ഷങ്ങൾ ഇതിനകത്തുണ്ട്. ഈ വൃക്ഷങ്ങൾ സുഗന്ധ വൃക്ഷങ്ങളാണ്. ഇവിടെ നമ്മുടെ ആലയത്തിന്റെ ചുറ്റിലും ചന്ദനമരങ്ങൾ ഉണ്ട്. ചന്ദനമരവും അത് വളരെ എന്താ പറയുന്നത്, സുഗന്ധമുള്ള ഒരു മരമാണ് എന്ന് പറയുന്നത് പോലെ. പക്ഷെ ആ ചന്ദനമരത്തിന്റെ അടുക്കൽ ചെന്ന് നിന്നാൽ നമുക്ക് ആ സുഗന്ധം എന്ത് ചെയ്യാൻ കഴിയില്ല, അനുഭവിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഇവിടെ നമ്മെ ഓരോരുത്തരെയും വൃക്ഷ തൈകളായി തമ്പുരാൻ എന്തിരിക്കുന്നു, നട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളിൽ ഓരോരുത്തരിലും സുഗന്ധമുണ്ട്, പെർഫ്യൂമുണ്ട്. അപ്പൊ ഈ പെർഫ്യൂം പുറത്തു വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനകത്ത് വടക്കൻ കാറ്റ് തെക്കോട്ട് ഒന്ന് വീശി അടിക്കുവാനായിട്ട് തയ്യാറാക്കണം. ഈ വടക്കൻ കാറ്റ് തെക്കോട്ടൊന്ന് വീശി അടിക്കുമ്പോൾ മാത്രമേ ഈ വൃക്ഷങ്ങളുടെ സുഗന്ധം പുറത്തേക്ക് പോകത്തുള്ളൂ. മണവാളിന്റെ സുഗന്ധം സഭ അനുഭവിക്കത്തുള്ളൂ. അനേകം മണവാളിലേക്ക് തിരികെയുള്ളൂ. പ്രിയ തോട്ടത്തിൽ ഇറങ്ങി വരികയുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ സഭാജനത്തില് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നെ ഈ വൃക്ഷമായി ഇവിടെ നട്ടിട്ടുണ്ട്. ഞാൻ സൗരഭ്യവാസന ഉള്ള വ്യക്തിയാണ്. പക്ഷെ ആ വാസന പുറത്തോട്ട് പോകുന്നില്ല. പുറത്തോട്ട് പോകാത്തതിന് തടസ്സം ഈ കാറ്റ് ചെയ്യുന്നില്ല. പലപ്പോഴും വീശിയടിക്കുന്ന ഇന്നലെ കഴിഞ്ഞ ദിവസം ദൈവദാസൻ പറഞ്ഞതുപോലെ ആരെങ്കിലും വന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? അഭിഷേകം വരത്തുള്ളൂ. അങ്ങനെയുള്ള അഭിഷേകത്തെ നമ്മൾ എന്ത് ചെയ്യണം? അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്, അല്ലെ? അത് ദൈവത്തിൽ നിന്നുള്ളതാണോ അല്ലയോ എന്ന് തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീക്ഷിക്കേണ്ടതാണ്. അപ്പോൾ കാറ്റ്
കുപ്പിക്കകത്ത് വീശണം. അപ്പൊ കാറ്റ് വീശിയ സുഗന്ധം പുറപ്പെടും. നമുക്കറിയാം, നമ്മള് ഈ പെർഫ്യൂം നിങ്ങള് പലരും ഉപയോഗിക്കുന്നവരാണ്, അല്ലെ? ഈ പെർഫ്യൂം ഒരു കുപ്പിക്കകത്താണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ കുപ്പിക്കകത്തിരിക്കുന്ന പെർഫ്യൂം അത് പെർഫ്യൂമാണെന്ന് അറിയാം, അത് നല്ല സുഗന്ധമുള്ള മണമുള്ള വസ്തുവാണെന്ന് നമുക്കറിയാം. പക്ഷേ അത് കുപ്പിക്കകത്തിരുന്നത് കൊണ്ടോ ആ കുപ്പി നമ്മുടെ കയ്യിൽ ഇരുന്നത് കൊണ്ടോ അതിന്റെ സുഗന്ധം എന്ത് ചെയ്യാൻ കഴിയത്തില്ല, അനുഭവിക്കാൻ കഴിയത്തില്ല. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ എന്ത് ചെയ്യണം? ഒന്ന് പ്രസ് ചെയ്യണം, അല്ലെ? അതിനെ ഒന്ന് ഞെക്കണം. അപ്പൊ ഞെക്കിയാൽ മാത്രമേ ആ സുഗന്ധം എന്ത് ചെയ്യത്തുള്ളൂ, പുറത്തോട്ട് വരത്തുള്ളൂ. അപ്പോ തമ്പുരാൻ ചില സമയത്ത് ഈ സുഗന്ധം വരേണ്ടതിന് വേണ്ടി എന്ത് ചെയ്യാറുണ്ട്? നമ്മെ ഒന്ന് പ്രസ് ചെയ്യാറുണ്ട്. നമ്മുടെ ദൈവമനുഷ്യനായ യാക്കോബ് പിതാവായി ഒക്കെ പറഞ്ഞിരിക്കുന്നത്, തമ്പുരാൻ എന്നെ എന്ത് ചെയ്തു? പ്രസ് ആൻഡ് ക്രഷ്, എന്നെ ഞെരുക്കി ഉടച്ചു കളഞ്ഞു. യാക്കോബ് പറയുന്ന ഒരു പദമാണ്. അപ്പൊ യാക്കോബിനെ ദൈവം ഒന്ന് പ്രസ് ചെയ്തു, ഒന്ന് ക്രഷ് ചെയ്തു, ഒന്ന് ഉടച്ചു. ഉടച്ചപ്പോൾ അദ്ദേഹം ആരായി മാറി? അദ്ദേഹം ഒരു ഇസ്രായേലായി മാറി. ഒരു യാക്കോബ്, ഒരു ഗുബായി, ഒരു ചതിയൻ, ഒരു വഞ്ചകൻ, അവൻ സ്വന്തം തമ്പുരാൻ ഒന്ന് പ്രസ് ചെയ്തപ്പോ, തമ്പുരാൻ ഒന്ന് ഉടച്ചപ്പോ അവരൊരു ഇസ്രായേലായി മാറ്റപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഇന്നും പകലില്ല അവർ ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളിൽ നിന്ന് അവർ സഭയുടെ സുഗന്ധം പുറപ്പെടണമെങ്കിൽ തമ്പുരാൻ ചിലപ്പോഴൊക്കെ ചിലതിനെ ഒന്ന് ഞെക്കും. ചിലതിനെ കൊന്ന് ഉടക്കി. ആ സാക്ഷികൾ നമ്മളിന്ന് കണ്ടു, അല്ലേ? ആ സാക്ഷികളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. സ്തോത്രം. 43-ാം സഭ 45-ാം സഭാദിനത്തില് ദൈവം അവന്റെ സ്തോത്രം ഒരാളെ മുമ്പോട്ട് കൊണ്ടുവന്നെങ്കിൽ അവൻ കർത്താവിന്റെ സൗന്ദര്യം വീശേണ്ടതിന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത സഭ സ്തോത്ര മീറ്റിംഗിന് മുമ്പ്, അടുത്ത സഭ അവൻ സഭാദിനത്തിന് മുമ്പ് വേറെ ചിലരെ തമ്പുരാൻ ഒരുക്കാൻ പോവുകയാണ്. സ്തോത്രം. അതുകൊണ്ട് തമ്പുരാൻ ചിലപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഞെക്കും. പിന്നെ ഒരു കാര്യം കൂടെ കേട്ടോ, നമ്മള് ഈ ഞെക്കലിൽ പെട്ടെന്ന് വൈകാരികമായ വളരെ ഇമോഷണലായ ചില തീരുമാനങ്ങളൊക്കെ പെട്ടെന്ന് ചാടി നമ്മൾ എടുക്കും. അങ്ങോട്ട് പോകുമ്പോ നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ചോദിക്കും, ഇവിടെ അച്ഛൻ നീ എന്തിനീ തീരുമാനം ഇപ്പൊ എടുക്കാൻ പോലും? ഇതിന്റെ ആവശ്യമുണ്ടാകും. കുറച്ച് നാൾ കൂടെ നമുക്ക് അടിച്ചു പൊടിക്കാറുണ്ടല്ലോ, അല്ലെ? സ്വാഭാവികമായിട്ട് ചോദിക്കും, അച്ഛനെന്നോ മാമനെന്നോ, മാമ എന്തിനിപ്പോ സ്നാനം എടുക്കാൻ പോണത്? എന്റെ ആവശ്യമില്ല. ഞാൻ വെറുതെ പറയുക. മാമൻ വല്ലപ്പോഴേക്ക് ഇവിടെ വരും. മാമൻ വരുമ്പോ നമുക്ക് ഓരോ കുപ്പി കിട്ടും. അപ്പൊ ഇതിനെ എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്? എന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? അല്ലേ? ഉണ്ടോന്ന്? ഇല്ല. അത് വല്ലപ്പോഴൊക്കെ കിട്ടുന്നതല്ലേ. അപ്പോ ദൈവം ചിലതിനെ പ്രസ് ചെയ്യും, ചിലതിനെ ഞെക്കും. ചിലതിനെ ഞെക്കിയാല് ഇതിരുന്നു ശരിയാകത്തുള്ളൂ. അപ്പോ ചിലതിനൊക്കെ തമ്പുരാൻ ഞെക്കി, പക്ഷെ മാനസാന്തരപ്പെട്ടില്ല. പരിശുദ്ധാത്മാവിനെ പറയുക, മാനസാന്തരപ്പെട്ടില്ല. ഇനിയും ഞെക്കും. ഇത് ഞെക്കിയ ഇതുപോലുള്ള ഞെക്കലല്ല, ഇതുപോലുള്ള ക്രഷിംഗ് അല്ല, അത് വല്ലാത്ത വിധത്തിലുള്ളതായിരിക്കും. അതിനു മുമ്പ് അപ്പന്റെ പാദത്തിൽ അടുത്ത് വരുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം സഹോദരന്മാരെ നോക്കി, സഹോദരിമാരെ നോക്കി ആലോചന പറയുകയാണ്. സ്നേഹത്തിന്റെ ഭാഷയിലുള്ള ഈ സന്ദേശം നിങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയോ ഒരു പാസ്റ്ററെ പോലെയോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കാണാം. പക്ഷെ തമ്പുരാൻ എത്തിയാല്, തമ്പുരാൻ അകത്തോട്ടൊന്ന് കേട്ടിട്ടാൽ പാറയൊക്കെ പൊടിച്ച് എടുക്കുന്നങ്ങനെ വലിയ വലിയ മെഷീനകത്ത് കേട്ടിട്ടാണ് അത് ചേർന്ന് പൊടിച്ച് അവസാനം പാറ പൊടിയായി പീസാനായി അല്ലെ വരുന്നത്. വളരെ വേദന ഉള്ളതാണ്, പിടിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോ നമ്മൾ എത്ര ശക്തന്മാരായാലും, എത്ര അധികായകന്മാരായാലും, കരുത്തുള്ള പുഷ്ടിയുള്ള അവർ കരുത്തന്മാരായാലും, അവർ ഈ മെഷീനകത്തേക്ക് തമ്പുരാൻ ഇട്ടാൽ അവർ
പ്രാണപ്രിയൻ തോട്ടത്തിൽ ഇറങ്ങി വരണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഈ തോട്ടത്തിൽ കാറ്റ് വീശിയെങ്കിൽ മാത്രമേ ഈ വൃക്ഷങ്ങൾക്കകത്ത് ഫലമുണ്ടാകത്തുള്ളൂ, മഴ കൊണ്ടുവരത്തുള്ളൂ, അത് സസ്യങ്ങൾക്ക് പ്രയോജനമായി തീരുകയുള്ളൂ, അത് ഫലമൂലാദികളാൽ നിറയപ്പെടുകയുള്ളൂ. ആ വിശിഷ്ട ഫലം പ്രാണപ്രിയനായ ഇറങ്ങി വരികയുള്ളൂ. ഇവിടെ സൂര്യനെ സഭയുടെ നാഥനെ തോട്ടത്തിന്റെ യജമാനനെ ആ വിശിഷ്ട ഫലം ഭുജിക്കേണ്ടതിന് അവൻ തോട്ടത്തിലേക്ക് അവൻ സൂര്യനെ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. കാരണം അതിനകത്തൊരു കാറ്റ് വീശി. തെക്കൻ കാറ്റ് ചുഴലിക്കാറ്റാണ്. പക്ഷേ ചില സമയത്ത് സാവധാനം അടിച്ചിട്ടുണ്ട്. തെക്കൻ കാറ്റ് മന്ദമായി വീശുകയാണ്. താല്പര്യം സാധിച്ചു എന്ന് തോന്നി എന്നാണ് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ കാറ്റ് ഇതിനകത്തൊക്കെ വീശി അടിക്കട്ടെ, ഇതിനകത്ത് ശാന്തമായി വീശി അടിക്കട്ടെ. ഹല്ലേലൂയ. ഈ ഫലവൃക്ഷങ്ങളുടെ മേൽ ഈ കാറ്റടിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. പഴുത്ത ഭാഗമായി നിൽക്കുന്ന വൃക്ഷങ്ങൾ അത് താഴേക്ക് വീഴുവാൻ തുടങ്ങും. താഴേക്ക് വീഴുമ്പോൾ മാത്രമേ യജമാനന് ഉപയോഗിക്കാനായി കഴിയൂ.